നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു പഴയ സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി വന്നിട്ടുണ്ടായിരുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ. അതിനുശേഷം പല ആളുകൾക്കും 2 മാസത്തെയും 3 മാസത്തെയും എല്ലാം പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും പെൻഷൻ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പെൻഷൻ തുടരുമോ അത് മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കോ പെൻഷൻ വിതരണം എന്നതിനെല്ലാം നമുക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൽ വരുത്തുന്നുമുണ്ട്. ആർക്കെല്ലാമാണ് ഇനി പെൻഷൻ ലഭിക്കുക, നമ്മളിനി പെൻഷൻ ലഭിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതുണ്ടോ, എന്നു മുതലായിരിക്കും ഈ 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ 2 മാസങ്ങളിലായി 2000 രൂപ ലഭിച്ച ആളുകളാണ് നമ്മൾ ഏറെ പങ്കും ആളുകൾ. നിങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ എത്ര രൂപയാണ് ലഭിച്ചത്? 2000 രൂപയാണോ 3000 രൂപയാണോ? അത് താഴെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരപ്രദമാകും. ഏതായാലും അന്ന് പെൻഷൻ ലഭിച്ച ആളുകൾക്കും പിന്നീട് അപേക്ഷിച്ച് അപ്രൂവൽ ആയ ആളുകൾക്കുമെല്ലാം ഇപ്പോൾ പെൻഷൻ തുടങ്ങുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യ പെൻഷൻ വിതരണമായിരിക്കും അവർക്ക് ലഭിക്കുക. അവർക്കിപ്പോൾ തന്നെ 2000 രൂപയുടെ പെൻഷനാണ് ലഭിക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം അവർക്ക് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇനിയും പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിന് കാരണമായി പറഞ്ഞിരുന്നത് അവരുടെ റേഷൻ കാർഡിൻ്റെ കളറായിരുന്നു. അന്ന് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം മഞ്ഞ അതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അന്ന് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. പുതിയ സർക്കാരിൻ്റെ ആദ്യ നടപടി എന്നോണം നമ്മുടെ ചുവപ്പ് റേഷൻ കാർഡിലുള്ള മാനദണ്ഡങ്ങൾ ചില ഇളവുകൾ വരുത്താൻ സാധ്യത കാണുന്നുണ്ട്. ഇത്രയും കാലം 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കായിരുന്നു ഇങ്ങനെ ഈ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചിരുന്നത്. അത് 1000 സ്ക്വയർ ഫീറ്റിന് പകരം 1500 സ്ക്വയർ ഫീറ്റ് വരെ ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 4 ചക്ര വാഹനമുണ്ടെങ്കിലും അവർ ചുവപ്പ് റേഷൻ കാർഡിന് പുറത്തായിരുന്നു. അവർക്കും ചില ഇളവുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അവർക്ക് ഒരു മന്ത്രിസഭാ യോഗം കൂടണം. ആ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾക്ക് ഇത് നമുക്ക് പ്രയോജനപ്പെടും, നമുക്കത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്. സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വരുമെന്നുള്ളത്. അതിൻ്റെയും പ്രാരംഭ നടപടികളുമായി ഇപ്പോൾ സർക്കാർ പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര. അതിൻ്റെയും പ്രാരംഭ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ടിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് അതിൽ ഫീമെയിൽ മെയിൽ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും എത്ര സ്ത്രീകളാണ് വാഹനത്തിൽ കയറുന്നതെന്നും അവർ എത്ര രൂപയാണ് അവർ നൽകുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതിന് എത്ര രൂപ സർക്കാർ മാറ്റിവെക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, നിങ്ങളുടെ പെൻഷൻ അപ്രൂവൽ ആയോ അതുപോലെ തന്നെ റിജക്റ്റ് ആയോ എന്നിത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റായി അറിയാൻ സാധിക്കുന്നുണ്ട്. വെബ്സൈറ്റിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ സർക്കാരിൻ്റെ ഔദ്യോഗികമായുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആധാർ നമ്പറോ അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് നമ്പർ, KSMART ആപ്ലിക്കേഷൻ നമ്പർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അപേക്ഷയുടെ സ്റ്റാറ്റസ്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഗിവ് അവേ ആയി നമ്മളൊരു മാസത്തെ പെൻഷൻ നമ്മൾ നൽകാറുണ്ട് ചില ആളുകൾക്ക്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവിടെ നൽകാറുണ്ട്. ചെറിയ ചെറിയ മത്സരങ്ങൾ മാത്രമാണ് അവിടെ നടക്കാറ്. ഫേസ്ബുക്കിൽ നിങ്ങൾ ഇൻഫർമേഷൻ മീഡിയ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണും. അവിടെ നിങ്ങൾ ഈ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അവർക്കായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണം നമ്മൾ നടത്തുന്നത്.
ഫേസ്ബുക്ക് വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കമൻറ്റ് ബോക്സിലും മറ്റു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളത് ഉപയോഗപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.